മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ലോക്സഭാ സമ്മേളനത്തിലുള്ള കാഴ്ചകൾ ജനാധിപത്യത്തിന്റെ കരുത്ത് വിളിച്ചറിയിക്കുന്നതാണ്. പ്രതിപക്ഷം കൂടുതൽ കരുത്തോടെയും ഒരുമയോടും സർക്കാരിനോട് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഭരണകൂടത്തിന്റെ നയങ്ങളോട് കർശനമായ എതിർപ്പ് പ്രകടമാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നീണ്ട പ്രസംഗത്തിന് വലിയ കയ്യടി ഇന്നലെ കിട്ടുന്നത് കണ്ടു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ബഹളങ്ങൾക്കിടയിൽ അതിന് മറുപടി പറഞ്ഞു. തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളെയും ചരിത്രത്തിലെ കോൺഗ്രസിന്റെ പിഴവുകളെയും എടുത്തു പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി ശൈലി. ഒരു 10 വർഷം നീണ്ട കാലയളവിന് ഒടുവിലാണ് ഒരുപക്ഷെ ഇത്രയും ശക്തമായ പാർലമെന്റ് പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ, കാഴ്ചകൾ നാം ഇന്ത്യക്കാർ കാണുന്നത്. പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഒരു തിരുത്തൽ ശക്തിയാവാൻ ശേഷിയുള്ളതാണോ? ഇത് നരേന്ദ്രമോദിയെ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുമോ? അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമോ? അതോ അതിനെല്ലാം മീതെ കഴിഞ്ഞ 10 വർഷത്തിന്റെ തുടർച്ചയായി നരേന്ദ്രമോദിയുടെ വീര്യവും പ്രഭാവവും ഉയർന്നു നിൽക്കുമോ? അതോ അത് മങ്ങിത്തുടങ്ങിയോ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ. അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, പ്രിൻറ്റു മഹാദേവ് BJP നേതാവ്, ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം പ്രിൻറ്റു മഹാദേവ്, നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നലെ വളരെ അങ്ങേയറ്റം ഹീറോയ്ക്കായിരുന്നു എന്ന അഭിപ്രായമുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ആ പ്രസംഗം തടസ്സപ്പെടുത്താൻ, എതിർക്കാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ കരുത്ത്, പ്രതിപക്ഷ നേതാവ് എന്നതിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രിവിലേജ് ഒക്കെ നമ്മൾ കണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജനാധിപത്യം കുറച്ചുകൂടി പുഷ്കലമായിരിക്കുന്നു എന്ന് BJPക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അങ്ങ് ഇങ്ങനെ പ്രകീർത്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പദവി വഹിച്ച ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അങ്ങേയറ്റം നിന്ദ്യവും അതോടൊപ്പം തന്നെ വംശീയവും വർഗീയവുമായിട്ടുള്ള ഒരു പ്രസംഗത്തെയാണ് അങ്ങ് ഇത്രമാത്രം പ്രകീർത്തിച്ച് സംസാരിക്കുന്നതെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ. ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയത്തിന് മേലുള്ള ഇന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടു. പക്ഷേ നിങ്ങൾ മീഡിയ വൺ അടക്കമുള്ള ആളുകൾ അത് 2 മണിക്കൂർ പ്രസംഗത്തെ ഇന്നിപ്പോൾ ചർച്ചയ്ക്കെടുത്തത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ പ്രസംഗത്തെ 1 മിനിറ്റ് പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കാനുള്ള ഒരു മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഞാൻ തുടക്കത്തിലെ ഒരു വിമർശനം എന്ന രീതിയിൽ അങ്ങയുടെ മുമ്പിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായിരിക്കാം ഒരു ചാനൽ എന്ന രീതിയിൽ, അപ്പം അതുകൊണ്ട് ഞാനത് പറയുമ്പോൾ അല്ല, ആ വസ്തുതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ഓക്കെ, നിങ്ങളത് 2 മണിക്കൂർ പ്രസംഗത്തെ ഈ പറയുന്ന രീതിയിലൊക്കെ 2 മണിക്കൂർ നീണ്ട പ്രസംഗം ആ നിലയ്ക്ക് മുഴുവൻ കാണിക്കുക സാധ്യമല്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് മറ്റേത് വാർത്തയെക്കാളും വലിയ പ്രാധാന്യം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഹാത്രസിൽ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ദിവസമാണ്. അതിന് വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ട ദിവസമാണ്. നിയമസഭ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വാർത്തയ്ക്കും എന്താണോ അതിനാവശ്യമായ പ്രാധാന്യം, അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിൽ അത് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ 1 മിനിറ്റ് കാണിച്ചില്ല എന്ന വാദം ശരിയല്ല, 2 മിനിറ്റ് കാണിച്ചില്ല എന്ന വാദം ശരിയല്ല, 5 മിനിറ്റ് കാണിച്ചില്ല എന്ന വാദം പോലും ശരിയല്ല. അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് നിങ്ങൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സംശയം എന്താ? കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നലെ നിങ്ങൾ ഈ പറഞ്ഞ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുമെങ്കിലും ഇന്നത്തെ നരേന്ദ്രമോദിയുടെ 2 മണിക്കൂർ പ്രസംഗത്തോടു കൂടി ആ പറയുന്ന കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി ഇന്നലെ സഭയിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് ഖണ്ഡിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് നിങ്ങൾ ഇന്ന് സഭയിൽ കണ്ടത്. നമുക്കറിയാമല്ലോ, 2 മണിക്കൂറും യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മര്യാദയില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിലെ 140 കോടി ജനങ്ങളോട് പറയാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ബഹളം വയ്ക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ കരുത്ത്. അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി കൂകി വിളിച്ച് അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കരുത്ത് അങ്ങ് പറയുന്നത് പോലെ കരുത്തായിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് സഭയിൽ അദ്ദേഹം പുറത്താക്കി അവർക്ക് ബില്ലിന്മേൽ വോട്ടെടുപ്പിനോ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ലാതെ പുറത്തു നിർത്തി അപകടകരമായ ബില്ലുകൾ ചുട്ടെടുക്കുന്ന നിങ്ങളാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്, പാർലമെന്റിൽ സംസാരിക്കാനുള്ള അവസരം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ല സാർ, ഇന്ന് നോക്കൂ, ഇന്നലെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന ഹൈപ്പ് നമുക്കറിയാം.
അതൊക്കെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നിങ്ങളുടെ വീരസാഹസിക നായകനാണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപുരുഷനാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ള അവകാശത്തെയാണ് യാതൊരുവിധ പാർലമെന്ററി മര്യാദകളിലും ഇല്ലാതെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായിട്ട് ഇപ്പൊ ഇന്ന് വേണമെങ്കിൽ സഭാനാഥന് നടപടിയെടുക്കാവുന്ന സാഹചര്യങ്ങൾ 2 തവണ ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ തടസ്സം. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. കാരണം എന്താ? തുടക്കത്തിന്റെ കല്ലുകടി ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ പ്രസംഗത്തോടുകൂടി ഇന്നത്തെ സഭയിലെ സംഗതികളോട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ചോദിക്കുന്നത് മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്നാണ് ചോദ്യം. സ്പെസിഫിക് ആയ ചോദ്യമാണ്. നിങ്ങൾ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞിട്ടുള്ള അറ്റാക്സ്, നിങ്ങൾ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സ്പെസിഫിക് ആയ ചോദ്യമാണ്. നിങ്ങൾ ഈ നിയമമാറ്റങ്ങൾ കൊണ്ട് കാർഷിക ബില്ല് നിങ്ങൾ കൊണ്ടുവന്നത് അംബാനിക്കും അദാനിക്കും അവരുടെ വെയർഹൌസ് പ്രോജക്റ്റുകൾക്കും വേണ്ടിയാണ് എന്ന് പറയാണ്. ഇതൊക്കെ വിവരങ്ങളല്ലേ? ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനോട് ഹിന്ദുക്കളെ പറയല്ലേ മോനെ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് മോദി. ഇങ്ങനെയാണോ മറുപടി പറയുന്നത്? അങ്ങനെയല്ലല്ലോ സാർ, അങ്ങനെയല്ലല്ലോ. മണിപ്പൂരും ഈ കർഷക ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ത്യൻ പാർലമെന്റിലെ 17ാം ലോക്സഭയിൽ കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വിധേയമായി. ഇത് പുതിയ സംഭവമൊന്നുമില്ലല്ലോ. 18ാം ലോക്സഭയിൽ പുതിയൊരു സർക്കാർ 3ാം തവണയും ഹാട്രിക് വിജയത്തോടു കൂടി വരുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുന്നു. നയപ്രഖ്യാപനത്തിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കുന്നു. ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളെ കൂകി വിളിച്ച് തോൽപ്പിക്കുകയല്ലല്ലോ ജനാധിപത്യം. പക്ഷേ സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങളോളം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയ പാരമ്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. പാർലമെന്റിന്റെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തെ വിസ്മരിച്ചു പോവരുത്. ഒന്നാമത്തെ കാര്യം. 2, ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ഡസൻ കണക്കിന് പേരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി അവരുടെ അവകാശങ്ങളെ ഹനിച്ചവരാണ് നിങ്ങൾ. 100-ലധികം പേരെ ഒറ്റയടിക്ക് ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത് എത്ര ബില്ലാ പാസ്സാക്കിയതെന്ന് ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ട് അവകാശത്തെക്കുറിച്ചൊരു ഡിബേറ്റബിൾ ആണ്. എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറഞ്ഞതോടെ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ സകല സാധുതയും ഇല്ലാതായിന്ന്. ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പാർലമെന്റിൽ മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്ന സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 പറയുന്നു. അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്ക് പറയും. താങ്കൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ പറഞ്ഞല്ലോ സർജിക്കൽ സ്ട്രൈക്ക് എത്ര സഭയിൽ പറഞ്ഞു കാണും? ഇവിടെയും പറയാണ്. എന്നിട്ട് കുട്ടികളുടെ സ്വഭാവമാണ് രാഹുൽ ഗാന്ധിക്ക് എന്ന് പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. ഹിന്ദുക്കളെ പറയുകയാണ് ഇയാളെന്ന് നിലയ്ക്ക് പറയാണ്. ഇങ്ങനെയാണോ മറുപടി? അങ്ങനെയല്ലല്ലോ സാർ. അഗ്നിവീറുമായി ബന്ധപ്പെട്ട് രാഹുൽ നട്ടാൻ മുളയ്ക്കാത്ത നുണയല്ലേ നമ്മുടെ പാർലമെന്റിനകത്ത് പറഞ്ഞത്? ഒരു വൈകാരികമായ ഒരു വിഷയം എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച അഗ്നിവീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞ നുണ ഇന്നലെ തന്നെ സൈനികന്റെ ഫാമിലി അടക്കം പുറത്തുനിന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം അഗ്നിവീറുമായി ബന്ധപ്പെട്ട് ഒരു സൈനികൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു പ്രതിഫലം കിട്ടില്ല. 1,10,00,000 കിട്ടിയ സൈനികന്റെ അമ്മ കുടുംബം വന്ന് സൈനിക നേതൃത്വം തന്നെ വ്യക്തമാക്കി അതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി വരുത്തി. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഒരു നുണ പറഞ്ഞില്ലേ? നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് ഡിസൈൻ ചെയ്തത് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നീറ്റ് പരീക്ഷ ആരംഭിക്കുന്നത് 2012-13 അന്ന് ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത്? മൻമോഹൻ സിംഗ് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് സർക്കാർ ഡിസൈൻ ചെയ്തൊരു പരീക്ഷ നരേന്ദ്രമോദി 2024 വേണ്ടി ഡിസൈൻ ചെയ്യുന്നു പറയുന്ന ബ്ലണ്ടർ പറയുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞ ഹിന്ദു വിരുദ്ധ പരാമർശം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാരാണ്? ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ള ഡിസൈൻ ഫസ്റ്റ് നടന്ന മൻമോഹൻ സിംഗ് ആണ് സാർ. അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ നീറ്റ് പരീക്ഷയായിക്കൂടെ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ എല്ലാ പ്രൊഫൈലും ആദ്യമായി റെഡിയാക്കുന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. അത് നടപ്പിലാക്കിയത് 2017 നമ്മുടെ മോദി സർക്കാരാണെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുഴപ്പം മുഴുവൻ നിങ്ങളുടെ കാലത്താണ്. എല്ലാ പരീക്ഷയും റദ്ദാക്കപ്പെടുക, ചോദ്യപേപ്പർ ചോരുക, എന്നിട്ട് അതിനുള്ള ചോദ്യത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന പ്രശ്നമില്ലെന്ന് ദുശാഠ്യം കൊണ്ട് നടക്കുക. ഇതൊക്കെ നിങ്ങളുടെ കാലത്താണ്. എത്ര പരീക്ഷയാണ്? നമുക്ക് എണ്ണിയാൽ ഒരു 6-7 പരീക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കൃത്യമായി സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ 1000-1500 പേര് നടത്തിയിട്ട് ഒരു കൃത്രിമത്വത്തിന്റെ പേരിൽ 23 പോയിന്റ് ബാക്കി എല്ലാ മുഴുവൻ ആളുകളെയും നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് വലിയൊരു കലാപത്തിലേക്ക് നയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ എന്ന രീതിയിൽ അതിനനുസൃതമായ നടപടികൾ നീറ്റുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം രാഹുൽ ഗാന്ധി ഈ സഭയിൽ ഉന്നയിച്ച കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് വിരുദ്ധത,
ദളിത് വിരുദ്ധത എന്താണെന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് അംബേദ്കറിന് ദളിത് വിരുദ്ധതയുടെ പേരിൽ പുറത്തേക്ക് വരുന്നതിന്റെ ചരിത്രം ഇന്ന് മോദി പാർലമെന്റിനകത്ത് പറഞ്ഞു. ഈ ദളിത് വിരുദ്ധതയുടെ പേരിലാണ് അംബേദ്കറിനെ നെഹ്റുവും ഈ കോൺഗ്രസ്സുകാരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ തോൽപ്പിച്ച ചരിത്രം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഈ പുകകളെ മുഴുവൻ ഇന്ന് ഖണ്ഡിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് കൃത്യമായിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ നിങ്ങൾ അദ്ദേഹത്തിന് നരേന്ദ്രമോദി ഇന്ന് പൊളിച്ചു കളഞ്ഞു എന്നാണ്. അല്ല, VR അനൂപ്, രാഹുൽ ഗാന്ധി വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്നലത്തെ പ്രസംഗം പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് നടത്തി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തുമാത്രം അധികം കാര്യങ്ങൾ ചെയ്തു എന്നാണ് അനൂപ് നിങ്ങൾ വിലയിരുത്തുന്നത്? എന്നാൽ അദ്ദേഹം ദൈവങ്ങളുടെ ചിത്രങ്ങൾ, ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾ, ഖുർആൻ സൂക്തങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു. മതത്തെയൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് മോദിയെ കൈകാര്യം ചെയ്ത് കളയാമെന്നത് എന്തുമാത്രം ഗുണപരമായിരിക്കും ഒരു ജനാധിപത്യ ക്രമത്തിൽ നിന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാഹുൽ ഗാന്ധി തുടക്കം മുതലേ സ്വീകരിച്ചൊരു രാഷ്ട്രീയ ശൈലിയുടെ കൃത്യമായ വികാസമാണ് പാർലമെന്റിൽ കണ്ടത്. മതചിഹ്നങ്ങളെ കൺസ്ട്രക്റ്റീവായിട്ട് അതിന് ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം. അപ്പൊ ഗാന്ധിയൊക്കെ ഇന്ത്യയുടെ ദേശീയ മൂവ്മെന്റിനകത്ത് ഉപയോഗിച്ച രാമനും റഹീമും ഒന്നാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ധാരയുടെ പ്രകാശനമാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. അദ്ദേഹം ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശിവൻ നിർഭയത്വത്തിന്റെ പ്രതീകമാണ്. ശിവൻ എന്ന് പറയുന്നത്, ശിവന്റെ ചരിത്രം നമുക്കറിയാം. നുണ പറഞ്ഞതിന് ബ്രഹ്മാവിന്റെ തലയെറുത്ത ആളാണ് ശിവൻ. അദ്ദേഹം ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രതീകമാണ്. ദക്ഷന്റെ യാഗത്തിൽ പോയി ആ യാഗഭൂമിയിൽ ശിവൻ അഴിച്ചുവിട്ട പ്രചണ്ഡമായ താണ്ഡവം എന്ന് പറയുന്നത് ഇന്ത്യൻ മിത്തോളജിയുടെ ഭാഗമാണ്. ശിവൻ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ കുത്തകയൊന്നുമല്ല. അരൂപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ മറുപടി, ഞാൻ പ്രതിഷ്ഠിച്ചത് എന്റെ ശിവനെയാണെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയത് സംഘപരിവാർ പറയുന്ന ദൈവസങ്കല്പമല്ല. അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഹിന്ദുത്വത്തിന് വെറുപ്പിനെ എന്റെ ഉപകരണമായി ഉപയോഗിക്കുന്നതിനെ എതിർക്കുകയും മറിച്ച് അത് സഹിഷ്ണുതയുടെ മറ്റു പാരമ്പര്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വിശ്വാസമായി, ഒരു ജൈവ യാഥാർത്ഥ്യമായി അതിനെ ഉൾക്കൊള്ളുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. വളരെ കൃത്യമല്ല അദ്ദേഹം പറഞ്ഞത്. വെറുപ്പിന്റെ ഉപകരണമായി നിങ്ങൾ ഇവിടുത്തെ മതങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു, വിഭജനം ഉയർത്തിപ്പിടിക്കുന്നു രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. എണ്ണി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതിരുന്നതിനെ കുറിച്ച് പറയുന്നു. വളരെ കൃത്യം. ഇതുവരെ നടത്തിയ ഞാൻ പറയുന്നത് പ്രിന്റു മഹാദേവനെ കുറിച്ചല്ല, മഹാദേവനായ ശിവനെ കുറിച്ചാണ്. ശിവൻ നിങ്ങളുടെ കുത്തകയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചൊരു ശിവനുണ്ട്. ഈ ശിവൻ എന്ന് പറയുന്നതിന് രാഹുൽ ഗാന്ധി ഒരു ശിവഭക്തനാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അൻപേ ശിവം എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് അൻപാണ്, പ്രേമമാണെന്ന് പറയുന്ന സിദ്ധ പാരമ്പര്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ. അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപരനോട് അൻപുള്ള ശിവൻ എന്ന് പറയുന്ന സിദ്ധ പാരമ്പര്യത്തിന്റെ ജാതിഭേദം മതദ്വേഷം ഇല്ലാതെ സർവരും സോദരത്വത്തോടെ വാഴണമെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ഒരു ശൈവ പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഈ ഹിന്ദുത്വത്തിന് നിങ്ങളുടെ കുത്തകയൊന്നും ആക്കണ്ട. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നരേന്ദ്രമോദി ചോദ്യം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തോടുകൂടി ഇത് അവസാനിക്കുകയല്ല. രാഹുൽ ഗാന്ധി തുടക്കമിട്ട ഒരു ഓപ്പണിംഗ് ബാറ്റിംഗ് അതിന്റെ പിന്നിര കൊണ്ടുപോയത് നമ്മൾ കണ്ടു. KC വേണുഗോപാലിന്റെ ഇന്നത്തെ പ്രസംഗം ഏറ്റവും ക്ലാസിക്കലായ പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, രാജസ്ഥാനിലെ ബൻസാലയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇവിടത്തെ ഹിന്ദു സ്ത്രീകളുടെ മംഗല്യ സൂത്രങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ്. എന്നിട്ട് എന്തുണ്ടായി? ബൻസാലയിൽ ജയിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണെന്ന് KC വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ കോർ എന്ന് പറഞ്ഞത് KC വേണുഗോപാൽ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്ന ആളാ, വർഷത്തിലൊരിക്കൽ ശബരിമലയിൽ പോകുന്ന ആളാ, പക്ഷേ ഞാൻ അജ്മീറിൽ പോകും, വത്തിക്കാനിൽ പോകും. സത്യത്തിൽ സംഘപരിവാറിന്റെ ഹിംസാത്മക ഹിന്ദുത്വത്തിനെതിരെ ഒരു സഹിഷ്ണുതയുടെ ഒരു ഹിന്ദു പാരമ്പര്യങ്ങളുടെ ഒരു കൗണ്ടർ നരേറ്റീവ് എന്ന് ഇവിടെ രൂപപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അനൂപ് സംഘപരിവാറിനോട് ഹിന്ദുത്വത്തെ ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ വളരെ ഷാർപ്പായി ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടോ? ഞങ്ങൾ മതവിരുദ്ധരായി ചിത്രീകരിക്കപ്പെട്ടു പോകുമോ, ഞങ്ങൾ ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധരായി പോകുമോ എന്ന ഭയം
ഇപ്പോഴും വേട്ടയാടുകയും അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ വി ആർ ദ ട്രൂ ഹിന്ദുസ് അല്ലെങ്കിൽ ട്രൂ ബിലീവേഴ്സ്, ഞങ്ങൾ എല്ലാ മതത്തിൻ്റെയും കൂടെയാണ് എന്ന് പറയാൻ എപ്പോഴും ഒരു അധിക താല്പര്യം പ്രകടിപ്പിക്കുന്ന എന്തിനാണ്? സത്യത്തിൽ കോൺഗ്രസിന് വോട്ട് കിട്ടിയിട്ടുള്ളത് വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ടല്ലല്ലോ. വിശ്വാസത്തിന്റെ കാര്യം മുഴുവൻ പറയാൻ ശ്രമിച്ചത് മോദിയാണ്. ഇപ്പുറത്ത് നിങ്ങൾ സംസാരിച്ചത് ജനജീവിത പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ആശയക്കുഴപ്പം തോന്നുകയാണ്? ഇപ്പോഴും വളരെ കാൽപ്പനികമായി കുറെ പടങ്ങളൊക്കെ ഉയർത്തി കാണിച്ച് ഞങ്ങൾ ഇതാ ട്രൂ ബിലീവേഴ്സിന്റെ കൂടെയാണ് എന്നൊക്കെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ അഡോപ്റ്റ് ചെയ്യുന്ന ശൈലിയെ കുറിച്ച് ഞാൻ ചോദിക്കുക. നമ്മൾ വളരെ യാന്ത്രികമായി കാര്യങ്ങളെ സമീപിക്കുമ്പോഴാണ് ഇവിടെ ഗാന്ധി 1920-കളിൽ മിലിറ്റന്റ് ഹിന്ദുത്വയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ബാലഗംഗാധര തിലകനൊക്കെ നടത്തിയ നാഷണൽ മൂവ്മെന്റിന്റെ ഗാന്ധി വഴിതിരിച്ചുവിട്ട അനുഭവമുണ്ട്. ഖിലാഫത്തിനെ വളരെ പരസ്യമായി പിന്തുണച്ചിരുന്ന ഗാന്ധി തന്നെയല്ലേ ഇവിടെ ഗാന്ധിയുടെ രാമൻ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമല്ലേ? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, വാരണാസിയിലെ കാര്യം നിങ്ങൾ കഷ്ടിച്ച് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അയോധ്യയിൽ നിങ്ങൾ മത്സരിച്ചാൽ തോൽക്കുമായിരുന്നു എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് ഉയർത്തുന്ന രാഷ്ട്രീയം വളരെ കൃത്യമല്ലേ? നിങ്ങൾ ഉയർത്തിയ സങ്കുചിത ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ നിരാകരിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കെ സി വേണുഗോപാലിന്റെ പ്രസംഗം ഞാൻ പറഞ്ഞു, അദ്ദേഹം തന്നെ പറയുന്നത് രാം മനോഹർ ലോഹ്യ ഹിന്ദുത്വത്തെ ഇന്റർപ്രറ്റ് ചെയ്ത ഒരു രീതിയുണ്ട്, ഗാന്ധിജി പറഞ്ഞൊരു രീതിയുണ്ട്, അത് ഗോഡ്സയുടെ ഹിന്ദുത്വം അല്ല എന്ന് പറയുമ്പോൾ അതിനെ ഇവിടെ പലപ്പോഴും നമ്മൾ യാന്ത്രികമായ ഇടതുപക്ഷ വായനകളിലൊക്കെ പറയുന്നത് പോലെ മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നതിന് പകരം ഇന്ത്യയിലെ ബഹുസ്വരതയുടെ പാരമ്പര്യങ്ങളെ, ഇന്ത്യയിലെ സഹിഷ്ണുതയുടെ പാരമ്പര്യങ്ങളെ ഈ BJP ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിന്റെ ഹിംസാത്മക ഹിന്ദുത്വത്തിന് എതിരിൽ അണിനിർത്തുകയാണ്. അജ്മീറിനെ കുറിച്ച് പറയാൻ കോൺഗ്രസ് മെമ്പർക്ക് കഴിയുന്നുണ്ട്, വത്തിക്കാനെ കുറിച്ച് പറയാൻ കോൺഗ്രസ് മെമ്പർക്ക് കഴിയുന്നുണ്ട്. ഏകപക്ഷീയമായി ഒരു ഏകശിലാത്മകമായി ഹിന്ദുത്വത്തെ കുറിച്ച് പറഞ്ഞു പോവുകയല്ലോ. എല്ലാ വിശ്വാസങ്ങളും മാനിക്കപ്പെടണം, എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിക്കപ്പെടണം എന്ന് പറയുന്നതിനെ നമ്മൾ എന്തിനാണ് നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതല്ലേ? നമ്മൾ എന്തിനാണ് അത് ഈ പറയുന്ന ഹിന്ദുത്വത്തിന്റെ കോപ്പി? രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പാർലമെന്റിലെ പ്രസംഗത്തെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്ക്. പ്രിന്റു അല്ലേ സംസാരിക്കുന്നത്? അതിനകത്ത് അനൂപ് പറയുന്ന രീതിയിലാണോ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? അദ്ദേഹം എന്താണ് പ്രസംഗത്തിന്റെ കുഴപ്പം? രാഹുൽ ഗാന്ധി അനൂപ് ഈ പറയുന്ന രീതിയിലൊന്നല്ല സംസാരിച്ചത്. ഹിന്ദുക്കൾ മുഴുവൻ ഒരു സംശയം. ഒരു സെക്കൻഡ് പ്രിന്റു എന്തോ ഒരു സംഗതി. പ്രിന്റു എന്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതെന്നാണ്? രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളും വരികൾക്കിടെ അദ്ദേഹത്തിന്റെ തിരുത്തിയ കാര്യം ഹിംസയുടെയും അക്രമത്തിന്റെയും പാതയിലൂടെ പോകുന്ന ഈ ഹിന്ദുക്കൾ എന്ന രീതിയിലാണ്. ഹിന്ദുക്കൾ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ ആകെ അപമാനിച്ച വാചകം ഏതാണ്? ആണ്, ഒരു സംശയം വേണ്ട. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കൾ ആകെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചത്. താങ്കൾ എല്ലാ നിയമപരമായ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയണം. രാഹുൽ ഗാന്ധി പറഞ്ഞ ഹിന്ദുക്കളെ ആകെ അപമാനിക്കുന്ന ആ വാചകം ഏതാണ്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? അത് ഈ അക്രമത്തിന്റെയും അല്ലെങ്കിൽ അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും പാത സ്വീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ തിരുത്തൽ അദ്ദേഹം നടത്തിയത്. നിങ്ങൾ പാർലമെന്റ് നോക്കുക. ഞാൻ ചോദിക്കട്ടെ, പ്രിന്റു, അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും പാത സ്വീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനകത്ത് എന്ത് ബെറ്റിന് തയ്യാറുണ്ട്? നിഷാദ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പരസ്യമായിട്ട് നിങ്ങൾ മീഡിയ വണ്ണിന്റെ അവിടെ വന്നിട്ട് ഞാൻ നിങ്ങളെ വന്ന് ഞാൻ കാണും. മീഡിയ വണ്ണിന്റെ നിങ്ങളുടെ മീഡിയ റൂമിൽ വന്ന് ഞാൻ കാണും. രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളെ പറഞ്ഞിട്ടില്ല എന്ന് കാണുക എന്നുള്ളത് അതെങ്ങനെ ശരിയാവും? താങ്കൾ ഗുരുതരമായ ആരോപണം ഇന്നത് പറഞ്ഞിട്ടില്ല. അല്ല, ഗുരുതരമായ ഹിന്ദുക്കൾ എന്ന് അദ്ദേഹം കൃത്യമായി മെൻഷൻ ചെയ്തു സാർ. ഹിന്ദുക്കളുടെ പേരിൽ നിങ്ങൾ ആളുകളെ ആക്രമിക്കുന്നു. എല്ലാ ഹിന്ദുക്കളുടെയും അട്ടിപ്പേർ നിങ്ങൾക്കല്ല, ഇതാ വാചകം. ഹിന്ദുക്കളുടെ പേരിൽ നിങ്ങൾ ആളുകളെ ആക്രമിക്കുന്നു. എല്ലാ ഹിന്ദുക്കളുടെയും അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കല്ല, ഇതാണ് വാചകം. ഞാൻ ചോദിക്കട്ടെ,
അല്ല സാർ, ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിലെ 100 കോടി ജനങ്ങളെ അല്ലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്? ആ 100 കോടി ജനങ്ങളായ ഹിന്ദുക്കളുടെ പേരിൽ ഞങ്ങൾ ഏത് ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്? ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് മോദിയും പ്രിന്റു മഹാദേവും ഒക്കെ കൂടി ആളുകളെ ആക്രമിക്കുന്നു. അതാണ് വാചകം. അല്ല സാർ, അത് അല്ലേ? അങ്ങനെയല്ല. അത് പിന്നീട് അദ്ദേഹം പറഞ്ഞ ഹിന്ദുക്കൾ എന്ന് കൃത്യമായി മെൻഷൻ ചെയ്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിന്നീടാണ് ഇത് എന്റെ സമയമാണ്. അദ്ദേഹം അങ്ങനെ എവിടെയെങ്കിലും ഫുൾ കിട്ടുമല്ലോ, വീഡിയോ കിട്ടാനുണ്ട്. അനൂപെ, അതായത് ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയുന്നതാണ്. അതെ, ഇത് പ്രിന്റു മഹാദേവനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് അത്ഭുതമൊന്നുമില്ല. ഗുജറാത്ത് കലാപകാലത്ത് നരേന്ദ്രമോദി വിമർശിക്കുമ്പോൾ ഗുജറാത്തികളെ ആകെ അപമാനിക്കുക എന്ന് നിലവിളിച്ച ആളാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഗുജറാത്തി ഗൗരവ്, ഗുജറാത്തി ആത്മാഭിമാനം എന്നൊക്കെ പറഞ്ഞ് അതിന് ഡൈവേർട്ട് ചെയ്ത ആളാണ് ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ. ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? ഹിന്ദു മതത്തെ വിവിധ ശിവനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ശിവൻ എന്ന് പറയുന്നത്, സർപ്പത്തെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ശിവൻ എന്ന് പറയുന്നത് നിർഭയത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് ശിവന്റെ ഫോട്ടോ യാതൊരു സഭാ മര്യാദകൾക്കും പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയുന്ന രാഹുൽ ഗാന്ധിയാണ് അനുഭവം ഇവിടെ കാണുന്നത്. നിങ്ങള് അജ്മീർ അഗ്രയിൽ അജ്മീറിൽ പോയി കഴിഞ്ഞ് തൊപ്പിയിട്ട രാഹുൽ ഗാന്ധി. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിരന്തരം ഇടപെടാൻ എനിക്ക് കഴിയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത, എനിക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ നിശബ്ദം കേട്ടിരുന്ന ഒരാളാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഊഴത്തിൽ പറയാം. ഞാൻ നേരത്തെ ഞാൻ അനുവദിച്ചതാണ്, എന്റെ ഊഴത്തിൽ ഞാൻ അനുവദിച്ചാണ്. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ ശിവനെ കുറിച്ച് പറഞ്ഞു, ശിവൻ നിർഭയത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും എനിക്കിതൊക്കെ നേരിടാനുള്ള ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ ഹിന്ദു മതത്തിലെ സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? ആ ഹിന്ദു മതത്തെ, ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ ഹിംസാത്മകമായി ഉപയോഗിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദുക്കളുടെ പേരിൽ നിങ്ങൾ ഇതൊക്കെ നടത്തുകയാണ്. ഇത്ര മഹത്തായ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയെ ഹിംസാത്മകമായി നിങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് അടിവരയിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അതെങ്ങനെയാണ് ഹിന്ദുക്കൾക്കെതിരാകുന്നത്? ഹിന്ദുക്കളിലെ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു പാരമ്പര്യത്തെ വളരെ ഹിംസാത്മകമായി അപരനുമേൽ വെറുപ്പുൽപാദിപ്പിക്കുന്ന, വെറുപ്പിന്റെ, അൻപിന്റെ, അനുകമ്പയുടെ പാരമ്പര്യമുള്ള ഒന്നിനെ വെറുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് നരേന്ദ്രമോദിക്ക് എതിരാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് വർക്കാവും. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി പലകുറി ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ള ഒരേ കാര്യമാണിത്. RSS ഹിന്ദുക്കളുടെ പേരിൽ അക്രമം സംഘടിപ്പിക്കുന്നു എന്നുള്ളത് പുതിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പുതിയ എന്തോ ഗുരുതര സംഗതി പറഞ്ഞു എന്നത് വർക്കാവുമെന്ന് കാണണം. ഞാനൊന്ന് പറയാം. ശ്യാനന്ദ് കൊച്ചുകൂടി, മാധ്യമപ്രവർത്തകൻ. ശ്യാനന്ദ്, രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃ പദവിയിലെ ആദ്യ ദിനം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം, അതെന്തുമാത്രം മികച്ച തുടക്കമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്? അതിനെ എന്തുമാത്രം ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഭരണപക്ഷ ബെഞ്ചിന്, മോദിക്ക് കഴിഞ്ഞു? അവരുടെ എപ്പോഴത്തെയും വലിയ പ്രതിരോധ പോർമുന എന്നത് നരേന്ദ്രമോദിയാണ്. ആ മോദിക്ക് എന്തുമാത്രം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് മൊത്തം എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലായത്? അല്ല, നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം 2.5 മണിക്കൂർ എടുത്ത് പറഞ്ഞു. പ്രതിപക്ഷം തുടക്കം മുതൽ ഈ ലോക്സഭയുടെ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. സൻസദ് TV ഒരു സെക്കൻഡ് പോലും ആ പ്രതിഷേധങ്ങളെ കാണിച്ചില്ല. നമ്മളാരും ഇത്രയും കുറച്ച് MP-മാരൊന്നുമല്ല, കുറേ MP-മാർ അവിടെ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നമുക്ക് കേൾക്കാമായിരുന്നെങ്കിലും പ്രധാനമന്ത്രി അതെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ 2.5 മണിക്കൂർ സംസാരിച്ചു. ഈ സംസാരിക്കുന്ന സമയം മുഴുവനും ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വേണ്ടി പലതവണ ഇടപെടുകയും രാഹുൽ ഗാന്ധിയോട് ഒന്നിൽ അധികം തവണ ഇടപെടാൻ പറയുകയും, എന്നാൽ അതൊന്നും വകവയ്ക്കാതെ പ്രതിഷേധം തുടരുകയുമാണ് ഉണ്ടായത്. മോദി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം 1/2 മണിക്കൂർ അദ്ദേഹം
ഈ യാന്ത്രികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുറേ ഈ എന്താണ് അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു, വീടുണ്ടാക്കി 4 കോടി വീടുണ്ടാക്കി, അതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം രാഹുൽ ഗാന്ധിയാണ് ആക്രമിച്ചത്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെ വീണ്ടും ഒരു പപ്പു എന്നുള്ള ഒരു ഇമേജ് ചാർത്തി കൊടുക്കാനാണ് നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാമ്പുള്ള ആ ഭാഗത്ത്, അതായത് ബാലക ബുദ്ധിയാണ്, നിങ്ങൾക്ക് പരീക്ഷയിൽ 99 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞൊരു കുട്ടി വീട്ടിൽ ചെല്ലുന്നു, അപ്പോൾ അത് 543-ലാണ്, അല്ലാതെ 100-ലല്ല. പിന്നെന്താണ്, ഈ കുട്ടികളുമായിട്ട് നിങ്ങൾ മത്സരിക്കുമ്പോൾ അത് തോറ്റു കൊടുക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും അവർ ജയിച്ചതാണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻഫാൻറ്റിലൈസ് ചെയ്യുക, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻഫാൻറ്റിലൈസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ വീണ്ടും പപ്പുവാക്കുക എന്നുള്ള BJPയുടെ ആ ഒരു കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2013-14 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം വീണ്ടും തുടരാനുള്ള ഒരു ശ്രമമാണ്. രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം അത് അവസാന നിമിഷം വരെ അതിലൊരു സസ്പെൻസ് ഉണ്ടായിരുന്നു. KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാർ അത് പ്രതീക്ഷിച്ചിരുന്നു. അവർ ഇപ്പോൾ ഗുരുവായൂരൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം അത് പൊതുവെ എല്ലാവരും നന്നായിട്ട് അല്ലെങ്കിൽ നല്ല അഭിപ്രായം നേടിയ ഒരു പ്രസംഗമാണ്. ഞാനൊരു രാഹുൽ ഗാന്ധിയുടെ ആരാധകനല്ലാത്തത് കൊണ്ടും രാഹുൽ ഗാന്ധി എൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത ഒരു കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് അത് കഴിയാത്തത് കൊണ്ടും ഞാനിപ്പോഴും അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ന് കരുതുന്ന ആളാണ്. ഞാൻ ഈ പെർഫോമൻസ് പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആനന്ദ്, രാഹുൽ ഗാന്ധി പൊതുവെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിശാലമായ മാനവികതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് എപ്പോഴും സംസാരിക്കുക. ഒരു സർക്കാരിനെ ഓഡിറ്റ് ചെയ്യേണ്ട ചെയറിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം മാനവികതയെക്കുറിച്ച് സംസാരിക്കണം. കാരണം വെറുപ്പ് വലിയ തോതിൽ പടർന്ന ഒരു കാലത്താണ് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃപദവിയിലെ ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം അഹിംസയെക്കുറിച്ച് സംഘപരിവാരത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, സ്നേഹത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, സാമൂഹിക ഐക്യത്തെക്കുറിച്ചൊക്കെ ആരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു? സംഘപരിവാറിനെ. അതിനപ്പുറം ആ സർക്കാരിൻ്റെ ചെയ്തികളെ ഫോക്കസ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുക എന്നതുപോലെയുള്ള ഒരു 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 സമീപനമല്ലേ എടുക്കേണ്ടത്? ഇതൊക്കെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസംഗം നിലയ്ക്കൊക്കെ. അതിനപ്പുറം ഇങ്ങനെ ഈ വിശ്വമാനവികതയെക്കുറിച്ചും ദൈവങ്ങളുടെ ഒരുമിച്ചിരിക്കൽ, മതസൗഹാർദ്ദത്തിൻ്റെ ഫോട്ടോ പ്രദർശനം, ഇതൊക്കെയാണോ വേണ്ടതെന്ന് ചോദിക്കാം ഞാൻ, ശ്രീ ആനന്ദ്. അല്ല, അത് എനിക്ക് ഈ ഹിന്ദു മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. കാരണം എല്ലാ മതചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരും സെക്യുലർ ആയിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് മുസ്ലിം മതചിഹ്നം ഉപയോഗിച്ചാൽ അത് സെക്യുലർ ആണെങ്കിൽ, കോൺഗ്രസ് അത് ഹിന്ദു ചിഹ്നം ഉപയോഗിച്ചാൽ അത് ഞാൻ കോൺഗ്രസ് ഹിന്ദു ചിഹ്നം മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഹിന്ദു ചിഹ്നം ഉപയോഗിക്കുന്നു, മുസ്ലിം ചിഹ്നം കൊണ്ടുവരുന്നു, ഗുരുനാനാക്കിനെ കൊണ്ടുവരുന്നു, ക്രിസ്ത്യൻസിനെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഞാൻ മതസൗഹാർദ്ദത്തിലാണല്ലോ കോൺഗ്രസ് ഹിന്ദുത്വം എടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് കുറച്ചുകൂടി, ഞാൻ പറഞ്ഞത് ഒരു ഡെയിലി ലൈഫ് ഇഷ്യൂസിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു കാൽപ്പനികമായ ഒരു മാനവികതയൊക്കെ പഠിപ്പിക്കാനാണോ സമയം കളേണ്ടത്? അദ്ദേഹം നിരന്തരം പ്രസംഗിക്കുന്ന ഈ ശൈലിയാണ്, ഈ ശൈലിയുടെ തുടർച്ചയാണോ പ്രതീക്ഷിക്കേണ്ടത്, അതോ ഫോക്കസ് ആണോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അല്ല, ആ കാര്യത്തിൽ ഞാൻ നിഷാദിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെയുള്ള ഈ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ, ഫിലോസഫിക്കൽ താത്വികമായിട്ടുള്ള തത്വചിന്ത പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല ലോക്സഭ. അവിടെ കിട്ടുന്ന സമയത്തിന് വിലയുണ്ട്. ആ സമയം പൂർണ്ണ രീതിയിൽ സർക്കാരിനെ പ്രഹരിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അതിന് കണക്കുകളും ഒക്കെ ആയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. അദ്ദേഹം പല തെറ്റുകൾ പറഞ്ഞു, ഞാനത് ഇവിടെ ചൂണ്ടിക്കാട്ടി. പ്രിന്റു മഹാദേവിന് അത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ലാന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അഗ്നിവീറിൻ്റെ കാര്യം ശരിയാണ്, അദ്ദേഹം 2 ക്ലെയിം നടത്തി. ഒരു ക്ലെയിം തെറ്റായിരുന്നു. അതായത് അവർക്ക് ഈ ഷഹീദ് എന്ന പദവി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തെറ്റായി പറഞ്ഞു. MSPയുടെ കാര്യം ആദ്യം അദ്ദേഹം MSP കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള MSP കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ചെയ്ത ഒരു കാര്യം, അദ്ദേഹം വ്യാജ കണക്കായിരിക്കും, പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, കോടതിയെ ഉദ്ധരിച്ചൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ ഫാക്ട് ചെക്ക് ആരെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്, അദ്ദേഹം കഴിഞ്ഞ 18 വർഷം ഏറ്റവും കൂടുതൽ ജോലികൾ കഴിഞ്ഞ 18 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഏതോ ഒരു ദുരൂഹമായിട്ടുള്ള കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള കണക്കുകൾ ലോക്സഭയിൽ ടേബിൾ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് ടേബിൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള
വ്യാജമായിട്ടുള്ള കണക്കുകളെങ്കിലും ഇതിന് എന്തെങ്കിലും സോഴ്സൊക്കെ കാണിച്ച് ഇപ്പോൾ ഒരു തീസിസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുമ്പോൾ തന്നെ നമുക്ക് പലതും അതിൻ്റെ ഒരു ലിങ്ക് എങ്കിലും കൊടുത്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് രാഹുൽ ഗാന്ധി ചുമ്മാ അദ്ദേഹത്തിന് വായിൽ തോന്നിയത് പറയുന്നത് പോലെ അദ്ദേഹം കുറേ കാര്യങ്ങൾ അത് ഇലക്ഷൻ പ്രസംഗത്തിൽ ശരിയാണ്. പക്ഷേ ലോക്സഭയിൽ സർക്കാരിനെ പ്രഹരിക്കുമ്പോൾ അതിന് കണക്കുകൾ ഓരോ എന്താ പറയുക അതിൻ്റെ ഡിജിറ്റ് അതിൻ്റെ അവസാന ഡെസിമൽ സിമ്പിൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള കണക്കുകൾ നിരത്തിയാണ് സർക്കാരിനെ പ്രഹരിക്കേണ്ടത്. അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലെ അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഈ തുടക്കത്തിൽ ഇംഗ്ലീഷ്, അവസാനം ഇംഗ്ലീഷ്, ഇടയ്ക്ക് ഹിന്ദിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളെല്ലാം വളരെ നന്നായിട്ട് പിന്തുണച്ചു. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം പലപ്പോഴും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം BJP നേതാക്കളാണെങ്കിൽ അദ്ദേഹത്തെ പരമാവധി തടസ്സപ്പെടുത്താനും അമിത്ഷായും ഭൂപേന്ദ്ര യാദവ് ഒക്കെ എത്ര തവണയാണ് എഴുന്നേറ്റത്. അമിത്ഷാ ആണെങ്കിൽ സ്പീക്കറെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സ്പീക്കറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്പീക്കറാണെങ്കിൽ ഈ മോദിയുടെ ഒരു അടിമയാണ്. അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരു എന്താ പറയുന്നത് അടിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പീക്കർ. കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഹൈലൈറ്റ് അത് തന്നെയായിരുന്നു. സ്പീക്കറോട് അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ കുമ്പിടാൻ പാടില്ല എന്ന്. ഓക്കെ, അപ്പോൾ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി സ്റ്റഡീഡ് ആവേണ്ടതുണ്ട്, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവേണ്ടതുണ്ടെന്ന് അഭിപ്രായം പറയാണ് ആനന്ദ്. ഞാനൊരു ബ്രേക്ക് എടുത്തുന്നു, വേഗം തിരിച്ചു വരാം. പ്രിന്റുവിൻ്റെ ഒപ്പം അനൂപിൻ്റെ മറുപടി. അനൂപ്, നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരു പ്രസംഗം ഒറ്റ നോട്ടത്തിൽ കാണിക്കുമ്പോൾ ആകപ്പാടെ ഒരു ബഹളത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ അതിനുണ്ട്. അതിനപ്പുറം സർക്കാരിനെ സ്പെസിഫിക്കായി പൂട്ടുന്ന വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കണക്കുകളുടെയും വസ്തുതകളുടെയും പിൻബലമുള്ള ഒരു അറ്റാക്കിംഗ് ശൈലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറേണ്ടതില്ലേ എന്നാണ് ഒരു ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ ശൈലിയെ കുറിച്ചായാലും പ്രവർത്തന ശൈലിയെ കുറിച്ചായാലും ഉയരുന്ന വിമർശനങ്ങളെ രാഹുൽ ഗാന്ധി തന്നെ സ്വാഗതം ചെയ്യും. രാഹുൽ ഗാന്ധി സ്വയം ഈ അൺക്വസ്റ്റ്യനബിൾ ആയ ഒരു നേതാവാണ് എന്നുള്ള ബിംബത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ അല്ല. അദ്ദേഹം തന്നെ സ്വയം തിരുത്താനും തിരുത്തപ്പെടാനും തയ്യാറുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി സ്വയമേവ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ ആനന്ദ് കൊച്ചുകൂടി ആയാലും നിഷാദ് റാവുത്തർ ആയാലും അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്യുന്ന ആൾ. അദ്ദേഹം വിമർശിക്കാനുള്ള സ്പേസ് എപ്പോഴും നിലനിർത്തുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒരു കാലത്തും മൻ കി ബാത്ത് ഭാഷണങ്ങളായിരുന്നില്ലല്ലോ. പിന്നെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു രീതിശാസ്ത്രം, അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹത്തെ കുറിച്ച് പറയുന്നത്, മാനവികതയെ കുറിച്ച് പറയുന്നതൊക്കെ വളരെ റൊമാൻറ്റിക് എന്ന് പറഞ്ഞ്, കാൽപ്പനികം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുൻപ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് കരുതിയിരുന്ന ആളുകളുണ്ട്. സംഘപരിവാറിനെ പോലെ ഒരു ഹിംസാത്മകമായ ഒരു സമഗ്രാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ സ്നേഹത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് സ്വാഭാവികമായും സംശയം ഉന്നയിച്ച ആളുകളുണ്ട്. പക്ഷെ അതിന് റിസൾട്ട് ഉണ്ട് എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര നടന്നുപോയ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എഴുതിത്തള്ളിയ ഒരു പ്രസ്ഥാനത്തെ ഒറ്റയടിക്ക് മുഖ്യധാരയിൽ എത്തിച്ചതിൽ രാഹുലിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് വലിയ പങ്കില്ലേ? അപ്പോൾ ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു രാഷ്ട്രീയം, ആത്യന്തികമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അത് വലിയ രാഷ്ട്രീയ ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ കരുതുന്നില്ല, കോൺഗ്രസ് കരുതുന്നില്ല, രാഹുൽ ഗാന്ധി കരുതുന്നില്ല. ഈ മഹാദേവ്, ഈ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മൊത്തത്തിൽ റദ്ദ് ചെയ്ത് കളയാം, ഇത്ര വലിയ ഒരു പ്രതിപക്ഷ നിരയെ റദ്ദ് ചെയ്ത് കളയാം എന്ന് നിങ്ങൾ ഈ ദിവസവും വിചാരിക്കുകയാണോ? അല്ല, ഞങ്ങൾ ഒരു പ്രതിപക്ഷ നിരയെ റദ്ദ് ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം കാണിക്കുന്ന അപക്വമായിട്ടുള്ള നിലപാടുകളെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, കൃത്യത്തിൽ ഇന്നലെ ഒരു ഹിസ്റ്റീരിയ ബാധിച്ചൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ റോഡിലായിരുന്നില്ലേ അദ്ദേഹം നിറഞ്ഞാടിയത്? അതും ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി. എന്നിട്ട് ആവശ്യത്തിന് ഹിന്ദുത്വത്തെ ഉപയോഗിക്കുക, മതത്തെ ഉപയോഗിക്കുക, മതചിഹ്നങ്ങൾ ഉപയോഗിക്കുക. ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതാവിന് ചേർന്ന പ്രവൃത്തിയാണോ അത്? നിങ്ങൾ നോക്കൂ, ശിവന്റെ ചിത്രം കൊണ്ടുവന്നുകൊണ്ട് കാണിക്കുന്നു, എറിയുന്നു അദ്ദേഹം. എന്നിട്ട് നോക്കൂ, സഭാനാഥിന് പകരം 20 വർഷമായി രാഹുൽ ഗാന്ധി, നിങ്ങൾ നോക്കണം, പാർലമെന്റിനകത്ത് 20 വർഷമായി രാഹുൽ ഗാന്ധി ഉണ്ട്. അദ്ദേഹം ഒരു പക്വമായിട്ട് നിലപാടെടുക്കണ്ടേ? സമാധാനം പിന്തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അണികൾക്ക് നേരെ പ്രസംഗിക്കുന്നു അദ്ദേഹം.
ഇതാണോ ചെയ്യേണ്ടത്? പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയുടെ ചിഹ്നം ചിന്മുദ്രയാണെന്ന് പറയുന്നു. ധൈര്യമുണ്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തവണ മലപ്പുറത്ത് വന്നിട്ട് പറയാണ്, അവിടുത്തെ മുസ്ലിം സമുദായത്തോട് പറയാണ്, ഇതാ നിങ്ങൾ കുത്തുന്നത് ചിന്മുദ്രയ്ക്കാണ്, ഇത് ശിവന്റെ ചിഹ്നമായ ചിന്മുദ്രയാണെന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ? ഈ അപക്വമായിട്ടുള്ള കാര്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തു. ഒരു രാഷ്ട്രീയ അജ്മീർ ദർഗയിൽ പറയണോ? അല്ല, രാജ്യത്തോട് പറയുകയാണ് ഇത് ഇതേ പറയാനുള്ള ചങ്കുറ്റ അദ്ദേഹം പറയണം. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന വയനാട്ടിലെയും മലപ്പുറത്തെയും മഞ്ചേരിയിലെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറയണം, ഇതാ നിങ്ങൾ ശിവന്റെ ചിന്മുദ്രയ്ക്കാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ശിവന്റെ ചിഹ്നമാണ് അല്ലെങ്കിൽ ചിന്മുദ്രയാണെന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവണം. അപ്പൊ അദ്ദേഹം കണ്ടു അല്ല അത് മുസ്ലിം സമുദായം അത് അംഗീകരിക്കുന്നു കൂടി നമ്മൾ നോക്കട്ടെ. നിശാന്ത് റാവുത്തറെ, കേരളത്തിലെ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമൂഹവും ഒക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥിരതയില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കുന്നു കൂടി നമ്മൾ നോക്കട്ടെ. ആവശ്യത്തിന് മാത്രം ഹിന്ദുത്വം ഉപയോഗിക്കുക, ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികൾ എന്ന് പറയുക, അങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്തുക, സ്ഥിരത വേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഒരു യാതൊരുവിധ സ്ഥിരതയും ഇല്ലാത്ത രാഹുൽ ഗാന്ധി പപ്പുവായിട്ട് വീണ്ടും അധപ്പതിക്കുകയാണ്. അതിന് അദ്ദേഹം കുട്ടിക്കളി മാറാത്ത രാഷ്ട്രീയ നേതാവെന്ന് നരേന്ദ്രമോദി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അപക്വമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് നോക്കൂ. അദ്ദേഹം ഓം പ്രകാശ് ബിർളയോട് സ്പീക്കറോട് പറയാണ്, നിങ്ങൾ നരേന്ദ്രമോദിയെ കാണുന്ന സമയത്ത് കുനിയുന്നു, എന്നെ കാണുമ്പോൾ കുനിയുന്നില്ല. എന്തൊരു അപക്വമായിട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഓം പ്രകാശ് ബിർള അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നു, സുഹൃത്തെ, ഞാൻ എന്റെ പ്രായത്തിൽ മുതിർന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വണങ്ങും, അതെന്റെ സംസ്കാരമാണ്. എന്റെ തരാതരക്കാർക്ക് ഞാൻ കൈ കൊടുക്കും, അതെന്റെ സംസ്കാരമാണെന്ന് പറയുന്നു. ഇങ്ങനെ ചോദിക്കുന്ന അപക്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നിങ്ങൾ വാനോളം പുഴത്തുന്നത്. അപ്പം മതത്തെയും ചിഹ്നങ്ങളെയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും വർഗീയപരമായും വംശീയതയും പറയുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മോദി മുതൽ പ്രിന്റു മഹാദേവ് വരെയുള്ള BJP നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് പറയുന്നത് മതത്തെ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ രാഷ്ട്രീയത്തിൽ എന്നാണല്ലേ? അല്ല, എന്തായാലും മതത്തെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു ബോധ്യം പ്രിന്റു മഹാദേവനുണ്ടെങ്കിൽ അത് നല്ലതാ. പിന്നെ ഈ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഈ മലപ്പുറത്തും വയനാട്ടിലൊക്കെ ആൾക്കാർ കേൾക്കുന്നത് തന്നെയാന്നേ. അതിന്റെ പേരിൽ വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ നിരാകരിക്കുന്നതെന്ന് സ്വപ്നം കാണാൻ പ്രിന്റു മഹാദേവന് എല്ലാ അവകാശമുണ്ട്. വർഗീയതയെ കുറിച്ച് ഇവിടുത്തെ ആളുകളെ നിലപാട് വേണം അനൂപേ, ഒരു നിലപാട് വേണം. ഒരു പ്രസ്ഥാനമാകുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഒരു നിലപാട് വേണം. അനൂപ് ഇതിനകത്തൊരു സംഗതി ഉണ്ടല്ലോ, അതായത് ഇപ്പോ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ മൂന്നാമത് വന്നത് 21 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ 6-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 6 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള വയലൻസ് പലയിടത്തും ഈ കമ്മ്യൂണൽ വയലൻസ് ഒരു മൈനോറിറ്റിക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞു പോയതല്ലാതെ ആ കണക്കുകൾ വെക്കുക, 6 പേർ കൊല്ലപ്പെട്ടു, ഇന്ന സ്ഥലങ്ങളിൽ കൊല്ലപ്പെട്ടു, ഇന്ന കാരണങ്ങളാൽ കൊല്ലപ്പെട്ടു, ഇത് വയലൻസ് ആണ്, ഇത് കമ്മ്യൂണൽ അറ്റാക്കാണ് എന്ന വിഷയം അദ്ദേഹം ഫോക്കസ് ചെയ്തത് കണ്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ അദ്ദേഹം നഫ്രത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. രണ്ടാമത്തേത്, അദ്ദേഹം 10 വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ ഡിഫൻസിലാക്കുന്നതിന് വേണ്ടി. അതിൽ ട്രെയിൻ സുരക്ഷാ പ്രശ്നമുണ്ട്, ഭീകരവാദമുണ്ട്, ഹീറ്റ് വേവ് അതിനകത്തുള്ള പ്രശ്നമാണ്, നീറ്റ് പരീക്ഷ അതിലുള്ള പ്രശ്നമാണ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പട്ടികയിലുണ്ട്. പക്ഷേ ഈ ആൾക്കൂട്ട ആക്രമണം, ഹിന്ദുത്വ വർഗീയതയുടെ ഈ അഴിഞ്ഞാട്ടം എന്നിവ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നില്ല. മണിപ്പൂരിന് കൊടുക്കുന്ന ഫോക്കസ് അതിന് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ചില കാര്യങ്ങളിൽ ഇറങ്ങാൻ ഒരറപ്പുണ്ടെന്ന് വിചാരിക്കണോ? അത് അറപ്പിന്റെ പ്രശ്നമൊന്നുമല്ല, സ്ട്രാറ്റജിയുടെ കൂടി പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞുവെന്നോ ഇനി ഒന്നും പറയാനില്ല എന്നോ സമ്പൂർണ്ണമാണെന്നോ രാഹുൽ ഗാന്ധി തന്നെ വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അവിടെ പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് തുടക്കം കുറിക്കുകയും രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ഹിന്ദുത്വത്തെ മറ്റുള്ളവരുടെ വെറുപ്പിൽ നിന്ന് ഉയരുന്ന ഹിംസാത്മകമായി ഉപയോഗിക്കുന്ന സംഘപരിവാർ ശൈലിക്കെതിരെ സംസാരിക്കാൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വിഷയങ്ങളിൽ സോണിയാഗാന്ധി അനൂപിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. അനൂപ് തന്നെ പറയുന്നു ഹിന്ദുത്വത്തെ വെറുപ്പാക്കി മാറ്റി. എങ്ങനെ ഹിന്ദുത്വത്തെ വെറുപ്പാക്കി മാറ്റാൻ സാധിക്കുക? അനൂപ് എന്ന് പറയൂ. നിങ്ങൾ നേതാവും പറയുന്നത് തന്നെ അനൂപ് പറയുന്നത് തന്നെയാണ്. ഇതിനാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഹിന്ദുത്വത്തെ എങ്ങനെയാണ് വെറുപ്പാക്കി മാറ്റാൻ പറ്റുക? ലോകസഭ സകല മതങ്ങളെയും സ്വീകരിച്ചതാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വം എങ്ങനെയാണ് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമായി മാറുക? നിങ്ങളുടെ കയ്യിൽ വെറുപ്പിന്റേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുകയാണ്. അതെങ്ങനെയാണ് ആവുക? നിശാന്ത് റാവുത്തറെ നിങ്ങൾ പറയുന്ന അല്ല, ഞാൻ നിശാന്ത് റാവുത്തറെ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാം സഹിച്ച് അടികൊണ്ട് ചവിട്ടേറ്റ് ഇവിടെ നിൽക്കുന്ന ഹിന്ദുത്വം എന്നാണോ നിങ്ങൾ പറയുന്നത്?
അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പൊ ഹിന്ദുത്വം. നിങ്ങൾ പറയുന്ന ഒരു ഹിന്ദു എന്ന് മതത്തെയും എല്ലാ ആർക്കും കാലഘട്ടത്തിലും ശരി അടിയും അപ്പോ ഇടിയും ചവിട്ടും അല്ലല്ല, അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു മതത്തെയും ആർക്കും വെപ്പണൈസ് ചെയ്യാൻ കഴിയില്ല, ആർക്കും അക്രമത്തിന്റെ മാർഗമാക്കാൻ കഴിയില്ല എന്നാണോ? കഴിയില്ലെന്നാണോ പ്രിന്റു? എന്താ സംശയം? എന്താ സംശയം? അപ്പോ നിങ്ങൾ ആ നിലക്ക് ഒരു അപ്പോ ഈ മതത്തിന്റെ പേരിലുള്ള ഒരു തീവ്ര സംഘത്തോട് നിങ്ങൾക്ക് വിയോജിപ്പില്ല? അല്ല, ഈ മതത്തിന്റെ പേരിൽ തീവ്ര സംഘത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. അപ്പൊ മതത്തെ തീവ്രമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ മതത്തെ തീവ്രമാക്കി മാറ്റാനും തീവ്രവാദമാക്കാനും ഒക്കെ പറ്റും. ഭീകരവാദവും അല്ല, നിങ്ങൾ അങ്ങനെയല്ല സാർ. നിശാന്ത് റാവുത്തർ നിങ്ങൾ പറയുന്നത് RSSും സംഘപരിവാരം ഹിന്ദുത്വം കൈമാറ്റം ചെയ്യുമ്പോൾ ഭീകരവാദമാകും എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് ഹിന്ദുത്വം ഭീകരമാകുക? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറയുന്നത് സംഘപരിവാറും BJPയും ഹിന്ദുത്വത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭീകരമാകുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് അത് ഭീകരമാകുന്നത്? നിശാന്ത് റാവുത്തർ അതിനൊരു ഡെഫിനിഷൻ പറയൂ. നിങ്ങളത് പറയൂ. എങ്ങനെയാണ് RSSും BJPയും കൈകാര്യം ചെയ്യുമ്പോൾ ഹിന്ദുത്വം ഭീകരമാകുന്നത്? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ സാർ. ഹിന്ദുത്വം എന്ന് പറഞ്ഞാലും ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് RSSനോ BJPക്കോ കോൺഗ്രസിനോ ഒന്നുമില്ല. ഞാനതിന്റെ പേരിലൊന്നും തർക്കിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാമേ. ഞാനൊന്ന് ആനന്ദിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. ആനന്ദ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഏതൊക്കെ വിഷയങ്ങൾ പിക്ക് ചെയ്യണം, സർക്കാരിനോട് ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, ഒപ്പം സ്വന്തം മുന്നണിയിലെ കക്ഷികളുടെ താല്പര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഓരോ കക്ഷിക്കുള്ളത് പലതരം അഭിപ്രായങ്ങളായിരിക്കും. എല്ലാ കക്ഷികളുടെയും വിശ്വാസത്തെ ചേർത്ത് നിർത്തുക, എല്ലാവരെയും ഒരു ഒത്തിണക്കത്തോടെ കൊണ്ടുപോവുക. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പരിചയമില്ലാത്ത ഒരു പുതിയ ചെയറിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അതിലെന്തുമാത്രം ഇപ്പം ഞാൻ എല്ലാ കക്ഷികളെയും പിന്തുണയ്ക്കുന്ന, എല്ലാ കക്ഷികളുടെയും പ്രതിനിധാനമാണ് എൻ്റെ ഈ കസേര എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുന്നണി നേതാവ് എന്ന നിലയ്ക്കുള്ള ഇന്റേണൽ പെർഫോമൻസ് കൂടി എങ്ങനെയായിരിക്കും എന്നാണ് കാണേണ്ടത്? അല്ല, അത് അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടി അത് കാണണം. കാരണം അദ്ദേഹത്തെ ഇത്രയും നാൾ അംഗീകരിക്കാൻ മടിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിക്ക് രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മടിയായിരുന്നു. നിതീഷ് കുമാർ ഇപ്പോൾ അപ്പുറത്താണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഇപ്പുറത്തേക്ക് വരാം. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മടിയായിരുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മടിയുള്ള പാർട്ടികൾ കൂടി ഇന്ത്യ മുന്നണിയിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോഴും മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഗാന്ധി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാൽ അല്ല ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിനിമാ നടനെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിനിമാ നടനാണെങ്കിൽ ആദ്യത്തെ സിനിമ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വയം അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടി അനുസരിച്ചിരിക്കും മുന്നോട്ട് എങ്ങനെ പോകുമെന്ന്. രാഹുൽ ഗാന്ധി കിട്ടിയിട്ടുണ്ട്. അല്ല, അത് വലിയ തട്ടിപ്പാണ്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതേ. അങ്ങ് ഗാന്ധിയെ സ്മരിച്ചു. അത് ഏത് ഗാന്ധിയാണ് ഉദ്ദേശിച്ചത്? അങ്ങ് ഗാന്ധി എന്ന് പറഞ്ഞു. ഗാന്ധി എന്ന് അല്ല പ്രിന്റു, നമുക്ക് എത്ര കാലം നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്ന പേരിൽ പിടിച്ചിരിക്കുന്നു? നമുക്ക് രാഷ്ട്രീയം സംസാരിച്ചുകൂടെ? ഗാന്ധി എന്നുള്ള ഇവിടെ ശ്രീ നിഷാദ്, വർഷങ്ങളായി രാജ്യത്തെ പതിറ്റാണ്ടുകളായ ഒരു തട്ടിപ്പിന്റെ ചിഹ്നമായിട്ട് ഗാന്ധി ഉപയോഗിക്കുകയാണ്. അതാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അത് തമ്മിൽ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം കാണുന്നില്ല. ഹിന്ദു എന്താണ്, ഹിന്ദുത്വം എന്താണ് എന്ന് ശ്രീ പ്രിന്റു മാറ്റി പറയുന്നു. അത് ഇന്റർചേഞ്ചബിൾ അല്ല, രണ്ടാണ്. ഹിന്ദു എന്നത് ഒരു റിലീജിയനാണ്, ഒരു മതമാണ്. ഹിന്ദുത്വം എന്ന് ഉള്ളത് അത് സവർക്കർ കൊണ്ടുവന്ന BJPയുടെ ആശയധാരയാണ്. അത് ഇപ്പോഴും BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഒരു ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ ഡെഫിനിഷൻ പറയും. അല്ല, അത് പറയൂ. ഹിന്ദുത്വത്തിന്റെ ഡെഫിനിഷൻ പറയൂ. നിങ്ങൾ ആനന്ദ് കൊച്ചുകൂടി നിങ്ങൾ അതിനെ പറഞ്ഞു പോവല്ലേ? നിങ്ങൾ ഹിന്ദുത്വവും രണ്ടാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഹിന്ദുത്വത്തിന്റെ ഡെഫിനിഷൻ എന്താ? അത് പറയും നിങ്ങൾ.
അല്ല പ്രിന്റു ഹിന്ദു എന്ന് പറയുന്നത് പറഞ്ഞാൽ വിശ്വാസധാരയും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത്രേ ഉള്ളൂ. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. സ്പീക്കർ ഓം ബിർളയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആവുക? സ്പീക്കർ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കാര്യത്തെ കുറിച്ച് ഒരു അറിവുമില്ലാതെ ഈ ചാനൽ ചർച്ചയിൽ BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഹിന്ദുത്വമാണ് പൊളിറ്റിക്കലാണെന്ന് പറയുന്നു. അങ്ങനെ ഒന്നും പറഞ്ഞു പോവല്ലേ. നിങ്ങൾ ഇങ്ങനെ കുറെ കാലം ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിന് ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഹിന്ദുത്വം വേറെയാണ്, ഹിന്ദു വേറെയാണ്, സംഘപരിവാർ ഹിന്ദുത്വം വേറെയാണ്, സംഘപരിവാർ ഉൾക്കൊള്ളുന്ന ഹിന്ദുത്വം വേറെ, അങ്ങനെയൊന്നുമില്ല സാർ. ഹിന്ദുത്വവും ഹിന്ദുവും സനാതന ധർമ്മമാണ്. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒന്നുമില്ല. BJP-യുടെ ഹിന്ദുത്വമല്ല എന്ന് പറയുന്നതല്ല ഹിന്ദു. ഈ ഹിന്ദു എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ് സാർ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവല്ലേ, അങ്ങനെ പറഞ്ഞു പോവല്ലേ. പല ചർച്ചകളും കേൾക്കുന്നുണ്ട് ഹിന്ദുത്വം. നിങ്ങൾ അതിന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയും. ഒരു ബേസിക് ആയിട്ടുള്ള അറിവെങ്കിലും ഉള്ള ഒരാളുമായിട്ടല്ലേ നമുക്ക് തർക്കിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഇന്നത്തെ പത്രം വായിച്ചാൽ മനസ്സിലാകും എന്താണ് രാഹുൽ ഗാന്ധി ഇന്നലെ ആരെക്കുറിച്ചാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന്. ആരാണ് വയലൻസിന് മുന്നോട്ട് വരുന്ന ആൾക്കാർ? അതേ പ്രിന്റു ഇവിടെ വന്നിരുന്നിട്ട് ഈ പത്രമൊന്നും വായിക്കാത്ത പ്രിന്റു പറയുന്നത് ഇന്നലെ എല്ലാ ഹിന്ദുക്കളെയുമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്നാണ്. പത്രം വായിക്കാത്ത മനുഷ്യനാണ്. അങ്ങനെ പറയല്ലേ. നിങ്ങൾ അങ്ങനെ കാര്യങ്ങൾ പറയും. അതിനപ്പുറത്ത് ആളുകളെ പേഴ്സണലി ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല പ്ലീസ്. അല്ല ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, VR അനൂപ് ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടും ആദ്യത്തെ സെഷൻ ആയതുകൊണ്ടും ഓം ബിർള നിങ്ങളെ വെറുതെ വിട്ടു. ഓം ബിർളയുടെ ചരിത്രവും പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ പ്രയോഗശൈലിയും നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് പാർലമെന്റിനകത്ത് കഴിഞ്ഞ് അധികം ഷോ കാണിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും സംഘപരിവാറിനെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് സഭയിൽ സംസാരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. നേരത്തെ നിങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കേണ്ട സ്പർശിക്കേണ്ട എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ചു തുടങ്ങിയിട്ടുമില്ല. തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യ ദിവസം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അടിപതറുന്ന സ്പീക്കറെ അതുപോലെ നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടതെങ്കിൽ തുടർ ദിവസങ്ങളിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധി ഒരൊറ്റ ആൾ എന്നതിനുപരിയായി ഈ പറയുന്ന മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വരും ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകും. അത് രാഹുൽ ഗാന്ധിയിൽ മാത്രം തുടങ്ങി രാഹുൽ ഗാന്ധിയിൽ അവസാനിക്കുന്ന ഒന്നല്ല. ഞാൻ നേരത്തെ KC വേണുഗോപാലിന്റെ പ്രസംഗം പറഞ്ഞു. അതുപോലെ അഖിലേഷ് യാദവ് നടത്തിയ പിന്തുണയുണ്ട്. അങ്ങനെ ഓരോ അംഗവും രാജ്യം അതിന്റെ സന്നിഗ്ധമായ ഘട്ടത്തിൽ ഏൽപ്പിച്ച ആ ചുമതല നിർവഹിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യത്തിൽ ഗുണപരമായ കൂടി എല്ലാം ഏറ്റെടുക്കുന്നതാണ്. ആനന്ദ്, നരേന്ദ്രമോദിയുടെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചരിത്രം എടുത്താൽ അദ്ദേഹം അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെയുള്ള ഇത്രയും കാലം ശരിയാവണ്ണം ഒരു പ്രതിപക്ഷത്തെ അനുഭവിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം, ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ പ്രതിപക്ഷത്തോട് അദ്ദേഹം സ്വീകരിക്കുന്ന തികഞ്ഞ അവഗണനാ മനോഭാവമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ കുറച്ചുകൂടെ ആരോഗ്യകരമായ ഒരു പ്രതിപക്ഷം ഉയർന്നു വന്നിരിക്കുന്നു. ആ പ്രതിപക്ഷം നല്ല ഉച്ചത്തിൽ സംസാരിക്കുന്നു. മോദി സംസാരിക്കുമ്പോൾ പോലും അവര് മോദിയോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഈ പ്രതിപക്ഷത്തെ, ഈ ഡെമോക്രാറ്റിക് ഈ പ്രോസസ്സിനകത്തുള്ള പ്രതിപക്ഷം എന്ന ആശയത്തെ മോദി എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യാൻ പോവാന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ആനന്ദ്? മോദിക്ക് അത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ള വാക്കുകളിൽ നിന്നും സൂചന കിട്ടുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ എല്ലാവരെയും കൈകാര്യം ചെയ്യും എന്ന്. അദ്ദേഹം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ കോൺഗ്രസ് ഇക്കോസിസ്റ്റത്തിലെ ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അവരെല്ലാം അരാജകത്വം ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരാണ്, അവർ ഇപ്പോഴും ഈ തോൽവി അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മോദി ഇന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയെ കേസിൽ സിമ്പതി കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. 20 കേസിൽ അദ്ദേഹം ഇന്നലെ പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ജാമ്യം എടുത്ത് നടക്കുന്ന ആളാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്നടക്കമുള്ള കാര്യങ്ങൾ മോദി എന്ന് പറയുന്നുണ്ട്. മോദി ഒരു അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഏകാധിപതിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം
ഈ അദ്ദേഹം ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ശക്തമായിട്ട് ചെയ്യുക, അല്ലാതെ അദ്ദേഹം ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആദ്യ സെഷനിലെ ആദ്യ ദിവസങ്ങളിൽ കണ്ട ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യത്തിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും, ആ സർക്കാരിന്റെ ഒരു തിരുത്തൽ ശക്തിയായി കരുത്തോടെ പ്രതിപക്ഷം എത്ര നിൽക്കും എന്നത് കാണണം. താങ്ക് യു ആനന്ദ് കൊച്ചുകുടി, VR അനൂപ്, പ്രിന്റു മഹാദേവ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.